A very good morning, my dear students. Today we will discuss about a new topic, that is futures payoff or profit or loss. What do you mean by a payoff? Payoff is simply refers to the cash realized by the traders. Traders here means the market participants, and here this is derivative market, so market participants of the derivatives. And payoff of a future contract may be defined as the cash flow occurring when the positions in the futures is closed. Moreover, we can say that futures payoff is likely the profit or loss, maybe profit or maybe loss, that would result from the change in the price of the underlying asset. Thus, payoff simply means profit or loss from derivative trading. സോ പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡെറിവേറ്റീവ്സിൽ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൻ്റെ അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ അവരുടെ ട്രേഡിങ്ങിൻ്റെ എൻഡ് ഓഫ് ടൈമിൽ അവർക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കിട്ടുന്നത്, അല്ലെങ്കിൽ അവരുടെ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, മെച്യൂരിറ്റി ടൈമിൽ അവരുടെ ക്യാഷ് ഫ്ലോ പ്രോഫിറ്റിലേക്കാണോ ലോസിലേക്കാണോ അല്ലെങ്കിൽ അവരുടെ പൊസിഷൻസ് എന്താണ് എന്ന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫ്യൂച്ചർ പേ ഓഫ് എന്ന് പറയുന്നത്. ടിൽ ദ മെച്യൂരിറ്റി, ക്ലോസ്ഡ് ഓൺ ദ മെച്യൂരിറ്റി ഡേറ്റിൽ ഫ്യൂച്ചേഴ്സിലെ പൊസിഷൻ അവർ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. സോ ഫ്യൂച്ചർ പേ ഓഫ് റെഫേഴ്സ് ടു the cash realized by the traders in derivatives at the end of its life of maturity, and it is likely the profit or loss that would result from the change in the price of the underlying asset at a expiry. And in short, we can say that profit or loss of a future trader is a differences. നമ്മൾ ഡിഫറൻസസ് വെച്ചിട്ടാണല്ലോ പറയുന്നത്, വെദർ ഇറ്റ് ഈസ് ഏത് പൊസിഷൻ ആണ് എന്നുള്ളത്, പൊസിഷൻ ക്ലോസ്ഡ് ആണോ ഓപ്പൺഡ് ആണോ എന്നുള്ളതൊക്കെ നമ്മൾ അത് ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രൈസ് വെച്ചിട്ടാണ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ആൻഡ് പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് എന്ത് പറയാം, പേ ഓഫ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ആൻഡ് ദ ഫ്യൂച്ചർ പ്രൈസ് അറ്റ് വിച്ച് ദ കോൺട്രാക്ട് വാസ് പർച്ചേസ്ഡ്. ഓക്കെ, അപ്പോൾ പേ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് ദ ഡിഫറൻസ് ആണ് ഇത് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ഓൺ ദ എക്സ്പയറി ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്റ്റും ഫ്യൂച്ചർ പ്രൈസ് ഓഫ് വിച്ച് ദ കോൺട്രാക്ട് വാസ് പർച്ചേസ്ഡ്. ഇത് തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പേ ഓഫ് എന്ന് വിളിക്കുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് ദ ഫ്യൂച്ചർ ട്രേഡർ ഈസ് ദ ഡിഫറൻസസ് ബിറ്റ്വീൻ ദ പ്രൈസ് അറ്റ് വിച്ച് എ പൊസിഷൻ ഈസ് ഓപ്പൺഡ് ആൻഡ് ദ പ്രൈസ് അറ്റ് വിച്ച് ദ പൊസിഷൻ ഈസ് ക്ലോസ്ഡ്. In other words, payoff is the differences between the spot price on expiry of the future contract and the future price at which the contract was purchased. Okay, അപ്പോൾ നമുക്ക് profit or payoff position of a future contract depends upon the difference between the specified price of the future contract ആണെന്ന് പറഞ്ഞു അല്ലേ. സോ സിംപ്ലി പറയുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ട്രേഡിങ്ങിൽ എൻ്റർ ചെയ്യുമ്പോൾ ബയ്യറിൻ്റെ പൊസിഷൻ അത് എപ്പോഴാണ്, അല്ലെങ്കിൽ ബയ്യർ ആവാം ഈവൻ ദ സെല്ലർ ആവാം, ആരുടെ പൊസിഷൻ ആണെങ്കിലും ആ ഒരു പ്രൈസ് അറ്റ് വിച്ച് ദ പൊസിഷൻ ഈസ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഉള്ള ആ ഒരു പ്രൈസും ആൻഡ് ആ പൊസിഷൻ ലോങ് പൊസിഷൻ ആണെങ്കിൽ ബയ്യറിൻ്റെ, ഷോർട്ട് പൊസിഷൻ ആണെങ്കിൽ സെല്ലറിൻ്റെ ആ പൊസിഷൻ ക്ലോസ് ചെയ്യുമ്പോഴുള്ള ഡിഫറൻസ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പേ ഓഫ് എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം നമ്മളെ മാർക്കിംഗ് ടു മാർക്കറ്റ് സിസ്റ്റത്തിൽ പഠിച്ചപ്പോൾ ഓരോ ഡേയ്സിലും വരുന്ന ഫ്ലക്ച്വേഷൻസിൽ ഈവൻ ദ ബയ്യർ അക്കൗണ്ട് ഈസ് ഗെറ്റിംഗ് ദ ക്രെഡിറ്റഡ് ഓർ ഈവൻ ദ സെല്ലർ അക്കൗണ്ട് ഈസ് ഗെറ്റിംഗ് ക്രെഡിറ്റഡ്. ഒരാളുടെ ക്രെഡിറ്റ് ആകുമ്പോൾ മറ്റൊരാളുടെ ഡെബിറ്റ് ആവുകയാണ്. സോ ആ ഒരു ടൈം ഓഫ് ആ ഒരു ക്ലോസിംഗ് പൊസിഷനിൽ ആ ബയ്യർക്കാണോ പ്രോഫിറ്റ്, അതുപോലെ സെല്ലർക്കാണോ പ്രോഫിറ്റ്, അല്ലെങ്കിൽ ബയ്യർക്ക് ലോസ് ആണോ സെല്ലർക്ക് ലോസ് ആണോ, അങ്ങനെയുള്ളൊരു ഡിഫറൻസസ്, അതിൻ്റെ ഒരു ഡിഫറൻസ് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ സ്പോട്ട് പ്രൈസ് ഓൺ എക്സ്പയറി ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ആൻഡ് ദ ഫ്യൂച്ചർ പ്രൈസ്, അതായത് കോൺട്രാക്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോൺട്രാക്റ്റിൽ എൻറ്റർ ചെയ്തേക്കുന്ന മണീനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഫ്യൂച്ചർ പ്രൈസ് എന്ന് വിളിക്കുന്നത്. ഞാൻ സ്പോട്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾക്ക് പ്രസന്റ്ലി നമ്മുടെ മാർക്കറ്റ് പൊസിഷനിലുള്ള പ്രൈസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്പോട്ട് പ്രൈസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് അതിൻ്റെ ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പേ ഓഫ് എന്ന് പറയുന്നത്. നൗ ഐ തിങ്ക് യു ആർ ക്ലിയർ അബൌട്ട് ഇറ്റ്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഞാനത് വായിക്കാം.
ഇഫ് ആൻ ഇൻവെസ്റ്റർ ഹാസ് പർച്ചേസ്ഡ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഇൻ ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡ്. ഇപ്പോൾ നിങ്ങൾ ഒരു ഇൻവെസ്റ്റർ ആണെന്ന് വിചാരിക്കാം. നിങ്ങളുടെ കയ്യിൽ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് കുറച്ച് ക്യാഷ് ഉണ്ട്. നിങ്ങൾ ഡെറിവേറ്റീവ് മാർക്കറ്റ് ചൂസ് ചെയ്തു. ഡെറിവേറ്റീവ്സിൽ തന്നെ ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യാനാണ് നിങ്ങൾക്ക് താല്പര്യം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്തു? സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ സമീപിച്ചു, ബ്രോക്കേഴ്സിനെ സമീപിച്ചു, യു ഓപ്പൺഡ് ആൻ അക്കൗണ്ട്, ട്രേഡിംഗ് തുടങ്ങി. അപ്പോൾ നിങ്ങൾ എന്താ തീരുമാനിച്ചത്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിൻ്റെ കയ്യിൽ നിന്നും ഞാനൊരു ഫ്യൂച്ചർ കോൺട്രാക്റ്റ് പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിച്ചു. എത്ര റേറ്റിൻ്റെ? അറ്റ് ദ റേറ്റ് ഓഫ് ₹300 ആൻഡ് വൺ കോൺട്രാക്ട് ഈസ് ഫോർ 500 ഷെയർസ്. അതായത് 500 ഷെയർസാണ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ലിമിറ്റഡിന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ തീരുമാനിച്ചത്. ആ ഒരു ഷെയറിന് 300 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് കോൺട്രാക്ട് എത്രയായിരിക്കും? 300 × 500 ദാറ്റ് ഈസ് 1,50,000. ഓക്കെ. ആൻഡ് ഇപ്പോൾ നിങ്ങളത് ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തു. ആൻഡ് ദെൻ മെച്യൂരിറ്റി ഡേറ്റിൻ്റെ ടൈമിൽ റേറ്റ് ബിക്കംസ് 310. അതായത് ഫ്യൂച്ചർ പ്രൈസ് ഈസ് 1,50,000 ആൻഡ് യുവർ സ്പോട്ട് പ്രൈസ് അതായത് എത്രയാണ്? 300 അല്ല, 310. സോ 500 × 310 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 1,55,000. അതാണ് നിങ്ങളുടെ സ്പോട്ട് പ്രൈസ്. ആൻഡ് അപ്പോൾ നിങ്ങളുടെ പ്രോഫിറ്റ് എത്രയാണ്? അപ്പോൾ ഇവിടെ ബയ്യർക്കാണോ സെല്ലർക്കാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാഭമാണോ നിങ്ങൾക്ക് നഷ്ടമാണോ? അല്ലേ? ഫ്യൂച്ചർ പ്രൈസിനെക്കാട്ടി നിങ്ങൾക്ക് സ്പോട്ട് പ്രൈസ് കൂടുതലാണ് നിൽക്കുന്നത് അല്ലേ? സോ അതുകൊണ്ട് തന്നെ സ്പോട്ട് പ്രൈസ് അറ്റ് ദ മെച്യൂരിറ്റി മൈനസ് ഫ്യൂച്ചർ പ്രൈസ്, അതാണ് നിങ്ങളുടെ പ്രോഫിറ്റ്. അതായത് 1,55,000 മൈനസ് 1,50,000, അതായത് 5,000 ആണ് നിങ്ങളുടെ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇൻ കേസ് നിങ്ങൾ ചിന്തിക്കുക, ദ റേറ്റ് ഈസ് 296. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആയിരിക്കുമോ? ഡെഫിനറ്റ്ലി ലോസ് ആണ്. എന്തുകൊണ്ടാണ്? ഇവിടെ ഫ്യൂച്ചർ പ്രൈസ് ആണ് ഉയർന്നു നിൽക്കുന്നത് അല്ലേ, സ്പോട്ട് പ്രൈസിനെക്കാട്ടി. സോ ഫ്യൂച്ചർ പ്രൈസ് ഉയർന്നു നിൽക്കുകയും സ്പോട്ട് പ്രൈസ് കുറഞ്ഞു നിൽക്കുകയും സ്പോട്ട് പ്രൈസ് അറ്റ് മെച്യൂരിറ്റി കുറഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണെങ്കിൽ ലോങ് ഇൻവെസ്റ്റർ അഥവാ ബയ്യർക്ക് നഷ്ടമാണ്. മനസ്സിലായോ? സോ അങ്ങനെ മനസ്സിലാക്കണം. ഫോർ ലോങ് ഇൻവെസ്റ്റർക്ക് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സ്പോട്ട് പ്രൈസ് അറ്റ് മെച്യൂരിറ്റി മൈനസ് ഫ്യൂച്ചർ പ്രൈസ് പ്രോഫിറ്റ് ആയിരിക്കും. ലോസ് ആണെങ്കിൽ അവർക്ക് ഫ്യൂച്ചർ പ്രൈസ് ആണ് ഉയർന്നു നിൽക്കുക. ആരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ? ബയ്യറിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ. അതായത് ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്ററിന്റെ ഭാഗത്തു നിന്ന്, ബയ്യറിന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങളും ഒരു ഷോർട്ട് ഇൻവെസ്റ്റർ അഥവാ സെല്ലറിന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോഴുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പോൾ ഷോർട്ട് ഇൻവെസ്റ്റർ ആണെങ്കിൽ, അതായത് സെല്ലർ ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക, നേരെ റിവേഴ്സ് ആയിരിക്കും. അതായത് പ്രോഫിറ്റ് വരുന്നത് എപ്പോഴും ആയിരിക്കും ഫ്യൂച്ചർ പ്രൈസ് ഉയർന്നു നിൽക്കുകയും സ്പോട്ട് പ്രൈസ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ്. അതുപോലെ തന്നെ ലോസും എങ്ങനെ തന്നെയായിരിക്കും? സ്പോട്ട് പ്രൈസ് ഉയർന്നു നിൽക്കുകയും ഫ്യൂച്ചർ പ്രൈസ് കുറഞ്ഞു നിൽക്കുകയും ചെയ്യായിരിക്കും. സെല്ലർ അഥവാ ഷോർട്ട് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഇൻവെസ്റ്റർക്ക് പ്രോഫിറ്റും ലോസും ഉണ്ടാവുക. സോ ഇത് അങ്ങനെ തന്നെ ആ ഫോർമുല ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു വെക്കണം. ഓക്കെ, നൗ ഐ തിങ്ക് യു ആർ വെൽ ക്ലിയർ അബൌട്ട് ദ ഫ്യൂച്ചർ പേ ഓഫ് ഓർ profit or loss, and what is about the long investor position and what is about the short investor position. Okay, then we will move to our next topic, that is payoff diagram, that is profit and loss diagram. സോ നമ്മൾ പേ ഓഫ് ഡയഗ്രാം അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡയഗ്രാം എന്താണ് എന്നുള്ളതാണ് പഠിച്ചേക്കുന്നത്. സോ ഇത് ഡയഗ്രാം നമുക്കറിയാം. ഡയഗ്രാം എപ്പോഴും നമ്മൾ വരയ്ക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫ്യൂച്ചർ സ്ട്രാറ്റജീസ് ഒക്കെ ആണെങ്കിൽ ഒരു കൺവീനിയൻറ്റ് വേ, പെട്ടെന്ന് മനസ്സിലാക്കാൻ സിമ്പിളായിട്ട് കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് ചേഞ്ചസ് ഇൻ പ്രൈസസ് മനസ്സിലാക്കാനായിട്ടാണ് നമ്മൾ ഡയഗ്രാംസ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഫ്യൂച്ചർ സ്ട്രാറ്റജീസായിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്ട്രാറ്റജീസിനെ വാല്യൂ ഓഫ് അണ്ടർലൈങ് അസറ്റ് ചേഞ്ച് ചെയ്യുന്നതിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡയഗ്രാം ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഡയഗ്രത്തിൻ്റെ പേരാണ്, ദിസ് ഡയഗ്രാം ഈസ് നോൺ ആസ് പേ ഓഫ് ഡയഗ്രാം. അപ്പോൾ ഒരു പേ ഓഫ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേ ഓഫ് ചാർട്ടായിരിക്കും. പേ ഓഫ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പേ ഓഫ് ഡയഗ്രത്തിനെ നമുക്ക് വേറെ ഒന്നും കൂടി വിളിക്കാം, പേ ഓഫ് ചാർട്ട് എന്ന് വിളിക്കാം. ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ സ്ട്രാറ്റജി. ഓക്കെ, അപ്പോൾ പേ ഓഫ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ പേ ഓഫ് ഡയഗ്രാം ഓർ പേ ഓഫ് ചാർട്ട് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ
ലോസ് ഓഫ് എ സ്ട്രാറ്റജി, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ പ്രോഫിറ്റിനെ പൊട്ടൻഷ്യൽ ലോസിനെ സ്ട്രാറ്റജി സംബന്ധമായിട്ട് അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഒരു പേ ഓഫ് ഡയഗ്രാം എന്ന് വിളിക്കുന്നത്. നിങ്ങൾ ആ ഡയഗ്രത്തിൽ നോക്കിയാൽ അറിയാം, അതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസിനാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അതായത് അണ്ടർലൈങ് അസറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസ് ഡിക്രീസ് ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിലേക്കും ഇൻക്രീസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്കുമാണ് മൂവ് ചെയ്യുന്നത്. സോ ദ വെർട്ടിക്കൽ ആക്സിസ്, അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ഡിനോട്ട് ചെയ്യാണ്, മാർക്കറ്റ് പ്രൈസിനെ ഡിനോട്ട് ചെയ്യാണ്, അണ്ടർലൈങ് അസറ്റിൻ്റെ മാർക്കറ്റ് പ്രൈസിനെ. ദെൻ വെർട്ടിക്കൽ ആക്സിസ് ഷോസ് ദ പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ പ്രോഫിറ്റ് ഓർ ലോസിനെ ഡിനോട്ട് ചെയ്യുന്നതാണ് വെർട്ടിക്കൽ ആക്സിസ്. ആൻഡ് എബവ് സീറോ ഷോസ് പ്രോഫിറ്റ് ആൻഡ് ബിലോ ഷോസ് ലോസ്. അത് സീറോൻ്റെ മുകളിലുള്ളത് പ്രോഫിറ്റ് ആയിട്ടും സീറോന് താഴെയുള്ളത് ലോസ് ആയിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. സോ വെൻ ദ പേ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് പ്ലോട്ടഡ് ഓൺ എ ഗ്രാഫ് ഇറ്റ് അപ്പിയേഴ്സ് ആസ് എ സ്ട്രെയിറ്റ് ലൈൻ. അപ്പോൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ പോലെയാണ് നമുക്ക് എന്ത് കണക്കാക്കാൻ പറ്റുക, നമുക്ക് ഈ ഐദർ പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും നമുക്ക് ഈ സ്ട്രെയിറ്റ്, അപ്പോൾ ഇത് ഡിക്രീസ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണക്കാക്കാം, ഡിക്രീസ് ലോസ് ആണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കാം, ഗെയിൻ ആണെങ്കിലും നമുക്ക് മനസ്സിലാക്കാം. അപ്പം എബോവ് സീറോയിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ കുതിക്കുകയാണെങ്കിൽ നമുക്ക് എന്താണത്, പ്രോഫിറ്റ് ആണ്. ആൻഡ് ബിലോ സീറോയിലേക്ക് ആ സ്ട്രെയിറ്റ് ലൈൻ പോവുകയാണെങ്കിൽ അതെന്താണ്, ലോസ് ആണ്. മനസ്സിലായോ? സോ അങ്ങനെയാണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡയഗ്രാം ഡിനോട്ട് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടി പറയാം, അത് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും ആണ്. കണ്ടോ, ആ രണ്ട് ലൈൻസും ഡിനോട്ട് ചെയ്യുന്ന മിഡിലായിട്ട് 0 പോയിന്റിനെയാണ്. അപ്പോൾ 0ക്ക് മുകളിലാണ് നമ്മളുടെ സ്ട്രെയിറ്റ് ലൈൻ നിൽക്കുന്നതെങ്കിൽ അത്രയും നമുക്ക് പ്രോഫിറ്റ് ആയിട്ടും, ആൻഡ് 0ക്ക് താഴെയാണ് നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ പോകുന്നതെങ്കിൽ അതിനെ ലോസ് ആയിട്ടും നമ്മൾ കണക്കാക്കുന്നു. അതാണ് ഹൊറിസോണ്ടൽ ആക്സിസും വെർട്ടിക്കൽ ആക്സിസും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയൊരു എക്സാമ്പിൾ നോക്കാം. പേ ഓഫ് ഫോർ ബയ്യർ അഥവാ ലോങ് ഇൻവെസ്റ്റർ. ഇനി പേ ഓഫ് ഫോർ ലോങ് ഫ്യൂച്ചേഴ്സ്, അതായത് ലോങ് ഇൻവെസ്റ്ററിൻ്റെ അഥവാ പേ ഓഫ് ഫോർ ലോങ് ഫ്യൂച്ചേഴ്സിൻ്റെ ഡയഗ്രമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ബയ്യർ ഓഫ് ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറയുന്നത് നമുക്കറിയാം ലോങ് പൊസിഷനാണ്. ദ ബയ്യർ ഓഫ് ദ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്, ലോങ് പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ദ പേ ഓഫ് ഫോർ ദ പേഴ്സൺ ഹു ബൈസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് ഈസ് സിമിലർ ടു പേ ഓഫ് ഫോർ എ പേഴ്സൺ ഹു ഹോൾഡ്സ് ആൻ അസറ്റ്, അല്ലേ? ആൻഡ് ദ പേ ഓഫ് പൊസിഷൻ ലോങ് ഫ്യൂച്ചേഴ്സ് മേ ബി എക്സ്പ്ലെയിൻഡ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുക, ഒരു പേഴ്സൺ ഗോസ് ലോങ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട്. അതായത് ഗോസ് ലോങ് ഇൻ ഫ്യൂച്ചർ കോൺട്രാക്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, ഹി ബൈസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട്, അല്ലേ? ഹി ബൈസ് എ ഫ്യൂച്ചർ കോൺട്രാക്ട് അറ്റ് 100 എന്ന് വിചാരിക്കുക. This means he agrees to buy the underlying at 100 on expiry. അതായത് എക്സ്പയറി ഡേറ്റിൽ എന്താണ്, അണ്ടർലൈങ് അസറ്റ് 100 ഓൺ എക്സ്പയറിയിൽ ഹി എഗ്രീസ് ടു ബൈ ചെയ്യാനായിട്ട് അയാൾ തീരുമാനിച്ചു. സപ്പോസ് ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് ആ ടൈമിൽ സ്പോട്ട് പ്രൈസ് 150 ആയി എന്ന് വിചാരിക്കുക. then the person will buy it at 100 as per the future contract, അല്ലേ? 150 ആണെങ്കിലും ബയ്യർ എത്രയെന്ന് തന്നെ കിട്ടും, ബയ്യർക്ക് 100 തന്നെ കിട്ടും ആസ് പെർ എന്തുകൊണ്ടാ, ഫ്യൂച്ചർ കോൺട്രാക്റ്റിൽ പറഞ്ഞ പ്രകാരം. സോ ആൻഡ് ക്യാൻ ഇമ്മീഡിയറ്റ്ലി സെൽ ദ അണ്ടർലൈങ് ഇൻ ദ ക്യാഷ് മാർക്കറ്റ് അറ്റ് 150. അപ്പോൾ 100 അയാൾക്ക് കിട്ടി, അപ്പോൾ അയാൾ എന്ത് ചെയ്യും, 150ക്ക് സെല്ല് ചെയ്യുകയും ചെയ്യും. thus he makes a profit of 50, അല്ലേ? അങ്ങനെ അയാൾക്ക് പ്രോഫിറ്റ് എത്ര കിട്ടും, 50 കിട്ടും. If the price of the underlying asset falls to 70 ആണെങ്കിലോ he incurs a loss of 30, അല്ലേ? മനസ്സിലായോ? സോ ഇവിടെ നിങ്ങൾ ആ പേ ഓഫ് ഫ്രം ഫ്യൂച്ചർ കോൺട്രാക്റ്റിൻ്റെ ഒരു പൊസിഷൻ നോക്കുക. ലോങ് പൊസിഷൻ, അല്ലേ? ലോങ് പൊസിഷൻ മീൻസ് ബയ്യറിൻ്റെ പേ ഓഫ് പൊസിഷനാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതിൽ അസറ്റ് പ്രൈസ് അറ്റ് മെച്യൂരിറ്റി ആണ് പറയുന്നത്, അല്ലേ? അപ്പോൾ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ വന്നേക്കുന്നത് ഡെലിവറി പ്രൈസാണ്. ഡെലിവറി പ്രൈസാണ് കെ ഡിനോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ 100 ആയിരുന്ന ആ ഒരു ബയ്യറിൻ്റെ പൊസിഷനാണ് നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കേട്ടോ. ഇൻവെസ്റ്റർ ഒരു ബയ്യർ ആണെന്ന് വിചാരിക്കാം. അപ്പോൾ ഇൻവെസ്റ്റർ 100ന് ഫ്യൂച്ചർ കോൺട്രാക്റ്റ് അയാൾ കോൺട്രാക്റ്റിൽ കയറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ
100-ന് കോൺട്രാക്റ്റിൽ അയാൾ കയറി, പക്ഷേ സ്പോട്ട് പ്രൈസ് 150 ആയി അല്ലേ. 150 ആയി കഴിഞ്ഞപ്പോൾ ബയർ അപ്പം തന്നെ ഏത് പൊസിഷനിലേക്കാണ് മാറിയത്? സെല്ലർ പൊസിഷനിലേക്കാണ് മാറിയത് അല്ലേ. സോ അങ്ങനെ ഇപ്പോൾ ഹി മേക്സ്, അങ്ങനെ പ്രോഫിറ്റ് അയാൾക്ക് 50 ഉണ്ടാവും. നേരെ തിരിച്ച് 70-ലേക്കാണെങ്കിൽ എന്തായി? 30 ലോസ് ആവും. നമുക്ക് ആ എക്സാമ്പിൾ നോക്കാം, അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി മനസ്സിലാവും. ഓക്കെ, നമ്മൾ ഈ എക്സാമ്പിളിൽ നമ്മൾ മാർക്കറ്റ് പ്രൈസ് അറ്റ് എക്സ്പയറി, ലോങ് ഫ്യൂച്ചേഴ്സ് പേ ഓഫ് അല്ലേ. അപ്പോൾ 50-ൽ മാർക്കറ്റ് പ്രൈസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ 100-ന് വാങ്ങിച്ചത് അപ്പോൾ എത്ര ലോസിലാണ് പോകുന്നത്? 50-ക്ക് ലോസ് ആണ് പോകുന്നത്. അപ്പോൾ 60 ആയെന്ന് വിചാരിക്കുക മാർക്കറ്റ് പ്രൈസ്. സോ 40 ആയി ലോസ്. 70 ആണെന്ന് വിചാരിക്കുക, അപ്പോൾ 30 ആണ് ലോസ്. 80 ആണെന്ന് വിചാരിക്കുക, 20 ആണ് ലോസ്. 90 ആണെന്ന് വിചാരിക്കുക, അങ്ങനെയാണെങ്കിൽ 10 ആണ് ബയർക്ക് ലോസ്. ഇനി 100 ആയെന്ന് വിചാരിക്കുക, അപ്പോൾ സ്പോട്ട് പ്രൈസ് ഈസ് ഈക്വൽ ടു ഫ്യൂച്ചർ പ്രൈസ്. സോ ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. സോ അവിടെ 0 ആണ് അല്ലേ. അതിനെയാണ് നമ്മൾ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുക, ബിക്കോസ് ദർ ഈസ് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ്. ദെൻ അഗെയിൻ ആ 100 ആ കോൺട്രാക്ട് ഫ്യൂച്ചർ പ്രൈസിൽ നിന്നത് 110 ആയിട്ട് ഇൻക്രീസ് ആയി. മാർക്കറ്റ് പ്രൈസസ് ഇൻക്രീസ്. സോ അവിടെ പ്രോഫിറ്റ് സ്റ്റാർട്ട് ആവുകയാണ് എന്ത്? 10. Then 120 ആയി. So our profit become 20. Then 130. Then it become 30 profit. 140. Then 40 profit. 150. Then again 50 profit. So ഇങ്ങനെയാണ് ഇത് വരിക. അപ്പോൾ ആ ഒരു ഡയഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. മാർക്കറ്റ് പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ആക്സിസിലാണ്? OX ആക്സിസിലാണ് മാർക്കറ്റ് പ്രൈസ് വന്നേക്കുന്നത്. ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമുക്ക് ഏത് ആക്സിസിൽ കാണാം? OY ആക്സിസിൽ കാണാം. ആ സെന്ററിൽ പോയിന്റ് ചെയ്തേക്കുന്നതാണ് K. അതിനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് ഓർ എഗ്രീഡ് ഫ്യൂച്ചർ പ്രൈസ് എന്ന് പറയുന്നത്. എത്രയാണ് നമ്മുടെ എഗ്രീഡ് ഫ്യൂച്ചർ പ്രൈസ്? ഇറ്റ് ഈസ് 100 അല്ലേ. ആൻഡ് ആസ് ദ സ്പോട്ട് ഓർ ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് മെച്യൂരിറ്റി ഇൻക്രീസ്. മെച്യൂരിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? റൈറ്റ് വേർഡ്സ്, അപ്വേർഡ്സ് പോവുകയാണ്. കണ്ടോ? സോ അതാണ് അവിടെ പ്രോഫിറ്റ് ഉണ്ട് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദ പ്രോഫിറ്റ് ഓഫ് ദ ലോങ് ഇൻവെസ്റ്റർ, ലോങ് പൊസിഷൻ ഹോൾഡർ, ബയർ. And break level point is the point at which the spot or market price is equal to the strike price അല്ലേ. ആ കേനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് വിളിക്കുന്നത്. ബിക്കോസ് ദർ ഈസ് നോ പ്രോഫിറ്റ് ഓർ നോ ലോസ്. 100 തന്നെയാണ് നമ്മളുടെ എന്ത്? സ്പോട്ട് പ്രൈസും ഫ്യൂച്ചർ പ്രൈസും. ഓക്കെ, ദെൻ when the spot or the market price increases beyond the agreed price, the future position starts making profit, right? ഇനി when the market price moves down ആണെങ്കിൽ 100 became 90, then 80, 70, 60, 50. These are lows ആണല്ലേ. So it starts incurring losses. So as the spot price decreases, the losses also increases. So at 0 spot price, the loss is limited to 100. That is contract value. Future contract value എത്രയാണ്? 100 ആണ്. അതുകൊണ്ടാണ് നമ്മൾ K ഡിനോട്ട് ചെയ്യുന്നത് നോ പ്രോഫിറ്റ് ആൻഡ് നോ ലോസ് എന്ന് പറയുന്നത്. ഞാൻ ഒന്നും കൂടി പറയാം. നമുക്ക് മാർക്കറ്റ് പ്രൈസ് ഷോൺ ചെയ്തേക്കുന്ന ആക്സിസ് OX ആക്സിസ് ആണ്. സോ വൈൽ പ്രോഫിറ്റ് ആൻഡ് ലോസസ് ആർ ഏത് ആക്സിസിലാണ്? OY ആക്സിസിലാണ്. K ആണ് നമ്മുടെ സ്ട്രൈക്ക് പ്രൈസ് ഓർ എഗ്രീഡ് ഫ്യൂച്ചർ പ്രൈസ്, ദാറ്റ് ഈസ് 100. ഓക്കെ, ആസ് ദ സ്പോട്ട് ഓർ ദ മാർക്കറ്റ് പ്രൈസ് അറ്റ് ദ മെച്യൂരിറ്റി ഇൻക്രീസസ്, അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ എങ്ങോട്ടേക്ക് മൂവ് ചെയ്യുന്നു? റൈറ്റ് വേർഡ്സിലേക്ക് മൂവ് ചെയ്യുന്നു. സോ ദ പ്രോഫിറ്റ് ഓഫ് ദ ലോങ് ഇൻവെസ്റ്റർ ഓൾസോ ഇൻക്രീസസ്. ആൻഡ് ദ ബ്രേക്ക് ഈവൻ ലെവൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ K ആണ്, ബിക്കോസ് മാർക്കറ്റ് പ്രൈസ് ഇസ് ഈക്വൽ ടു സ്ട്രൈക്ക് പ്രൈസ്. അതാണ് നമ്മുടെ K. ആൻഡ് വെൻ ദ സ്പോട്ട് ഓർ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസസ് ബിയോണ്ട് ദ അഗ്രീഡ് പ്രൈസ്, ആ Kയിൽ നിന്നും ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ദ ലോങ് ഫ്യൂച്ചർ പൊസിഷൻ സ്റ്റാർട്ട്സ് മേക്കിംഗ് പ്രോഫിറ്റ് അല്ലേ. അപ്പോഴാണ് പ്രോഫിറ്റ് ഇൻക്രീസ്. ഈ Kക്ക് താഴേക്ക് ഇൻകോറിംഗ് ലോസസ് മൂവ്സ് ഡൗൺ ആണെങ്കിൽ, അതായത് സ്പോട്ട് പ്രൈസ് ഡിക്രീസ് ആവുമെങ്കിൽ ദ ലോസസ് ഓൾസോ ഇൻക്രീസസ്. ആൻഡ് അറ്റ് 0 spot price, the loss is limited to the 100 contract value. I think you are well clear about the payoff or future contract positions of buy future. And buy future നേരെ റിവേഴ്സ് ആയിരിക്കും എന്ത്? സെൽ ഫ്യൂച്ചർ. നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കും. ആൻഡ് ഐ ഹോപ്പ് യു വെൽ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ടുഡേ ക്ലാസ് and payoff for future contract. And next class will be about payoff for seller. ഇപ്പോൾ സെല്ലറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഷോർട്ട് പൊസിഷൻ ആണ്. അതുകൊണ്ട് നമ്മളിവരെ എന്ത് വിളിക്കുന്നു? ഷോർട്ട് ഇൻവെസ്റ്റർ അഥവാ പേ ഓഫ് ഫോർ ദ ഷോർട്ട് ഫ്യൂച്ചേഴ്സ് എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ,
സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഫ്യൂച്ചർ പേ ഓഫ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്താണെന്ന് പഠിച്ചു. ആൻഡ് ലോങ് ഇൻവെസ്റ്ററിന്റെ പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് കണ്ടുപിടിക്കണേ, ഷോർട്ട് ഇൻവെസ്റ്ററിന്റെ പ്രോഫിറ്റും ലോസും എങ്ങനെയാണ് കണ്ടുപിടിക്കണേ എന്ന് പഠിച്ചു. ദെൻ പേ ഓഫ് ഡയഗ്രാം എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, എ പേ ഓഫ് ഡയഗ്രാം ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദ പൊട്ടൻഷ്യൽ പ്രോഫിറ്റ് ഓർ ലോസ് ഓഫ് എ സ്ട്രാറ്റജി, അല്ലേ. ആൻഡ് ഹൊറിസോണ്ടൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഡയഗ്രത്തിന്റെ ദാറ്റ് ഷോസ് ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസെറ്റ്. ആൻഡ് വെർട്ടിക്കൽ ആക്സിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷോസ് ദ പ്രോഫിറ്റ് ഓർ ലോസസ്. ആൻഡ് സീറോ ഷോസ് ദ പ്രോഫിറ്റ്സ് ആൻഡ് ബിലോ ഷോസ് ദ ലോസ്. And when the payoff of the future contract is plotted on a graph, it appears as a straight line. Straight line ആയിട്ടാണ് നമ്മുടെ അണ്ടർലൈങ് അസെറ്റിന്റെ വാല്യൂ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്ന് കാണിക്കുന്നത്. ദെൻ നമ്മൾ ലോങ് ഇൻവെസ്റ്റേഴ്സ് ഓഫ് ഫ്യൂച്ചർ അഥവാ പേ ഓഫ് ഫോർ ലോങ് ഫ്യൂച്ചേഴ്സിന്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു. ആൻഡ് ലോങ് ഫ്യൂച്ചേഴ്സ് പേ ഓഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ എക്സാമ്പിൾ വെച്ചിട്ടാണ് പ്രൂവ് ചെയ്യേണ്ടത്. And I hope you well understand the class. If you have any doubts and queries, you can ask me through our WhatsApp group. And have a nice day. Thank you all.